ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി 170 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. IT ഇൻഡെക്സ് തുടർച്ചയായിട്ടുള്ള 4 ദിവസത്തെ ഇടിവിന് ശേഷം വീണ്ടും ഒരു റിക്കവറി നടത്തിയ ദിവസമായിരുന്നു ഇന്നലെ. HCL ടെക്നോളജീസ് 5% നേട്ടവും ഉണ്ടാക്കി. ആഗോള വിപണികളിൽ ഓയിൽ പ്രൈസുകൾക്ക് വലിയ തോതിൽ തന്നെ ഒരു ഇടിവ് സംഭവിച്ചതോടെ, അതായത് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $70 ഇടിഞ്ഞതോടുകൂടി നമ്മുടെ പെട്രോൾ ഡീസൽ വില എപ്പോൾ കുറയും എന്നുള്ള വലിയ ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. കൂടാതെ ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തക്കാച്ചിയുടെ ഇന്ത്യൻ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സെക്ടറുകളും സ്റ്റോക്കുകളും ഇപ്പോൾ ഫോക്കസിലുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ വരാം. ഇനി US മാർക്കറ്റുകളിലേക്ക് വരാം. ഇന്നലെ ഡൗ ജോൺസ് റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 1% മുകളിൽ ഉയർന്നു. S&P 500 ഒരു ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ചിപ്പ് നിർമ്മാതാക്കളുടെ ഓഹരികളിൽ തുടർച്ചയായിട്ടുള്ള ഇടിവ് കാരണമാണ് നാസ്ഡാക്ക് സമ്മർദ്ദത്തിലായത്. ഇന്നലെ US നിന്നും പ്രധാനപ്പെട്ടതായി പുറത്തു വന്ന ഒരു ഡാറ്റ US നോൺ ഫാം പേറോൾ ഡാറ്റയായിരുന്നു. 57,000 പുതിയ തൊഴിലവസരങ്ങളാണ് അവിടെ സൃഷ്ടിച്ചത്. എന്നാൽ വിപണി പ്രതീക്ഷിച്ചിരുന്നത് 1,10,000-ഉം. തൊഴിലില്ലായ്മ നിരക്ക് 4.2%. ഇത് വിപണിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. തൊഴിൽ വളർച്ച പ്രതീക്ഷിച്ചതിലും ദുർബലമായതോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും ഉയർത്താനുള്ള സാധ്യത കുറയുകയുണ്ടായി. സെപ്റ്റംബർ മാസത്തിൽ പലിശ നിരക്ക് ഉയർത്താനുള്ള വിപണിയുടെ സാധ്യത നേരത്തെ 64.1% അത് 55% കുറഞ്ഞു. എന്നാൽ ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നത് IT സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലെ ഒരു സെൽ ഓഫ് US നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ IT സെക്ടറിനെയും ഇപ്പോൾ ബാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 5% നേട്ടമാണ് ഇന്നലെ ADRൽ ഉണ്ടാക്കിയത്. അത് ഇന്നലെ ഇന്ത്യൻ വിപണിയിലുള്ള ഒരു റിഫ്ലക്ഷൻ കൂടിയായിരുന്നു. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ 5.8% നേട്ടത്തിലാണ് ഇൻഫോസിസ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.7% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.8% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2.8% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്ന് വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വരാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.32% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് ഇന്ന് നേട്ടത്തിലാണ്. 1.71% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,428 170 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 165 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ആഗോള വിപണിയിൽ ഓയിൽ പ്രൈസുകളൊക്കെ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $70 ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ എന്നാണ് പെട്രോൾ ഡീസൽ വിലകൾ കുറയുക എന്നുള്ള വലിയ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികളായിട്ടുള്ള IOC, BPCL, HPCL പെട്രോൾ ഡീസൽ വിലകൾ അടുത്ത 2 മുതൽ 3 മാസം വരെ കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നയാര പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ച ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള കമ്പനികളും ഉടൻ തന്നെ ഒരു പ്രൈസ് കട്ടിലേക്ക് പോകും എന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഏപ്രിൽ മാസത്തിൽ $126 ടച്ച് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ $70 ബ്രന്റ് ഫ്യൂച്ചേഴ്സ് തിരികെ എത്തിയിട്ടുണ്ട്. അതായത് 44% ഇടിവാണ് ഓയിൽ പ്രൈസുകളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ പ്രയോജനം ഉടൻ ലഭിക്കില്ല. കാരണം ഇപ്പോൾ പമ്പുകളിൽ ലഭിക്കുന്ന ഇന്ധനം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ ക്രൂഡ് ഓയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച ക്രൂഡ് ഓയിൽ ഇന്ധനം വിപണിയിലെത്താൻ ഏകദേശം 2 മാസം കൂടി വേണ്ടിവരും എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ അറിയിക്കുന്നത്. ഏപ്രിൽ ജൂൺ മാസ കാലയളവിൽ IOC, BPCL, HPCL എന്നിവയ്ക്ക് 74,781 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി അറിയിച്ചു. മൊത്തം അണ്ടർ റിക്കവറി ഏകദേശം 2.19 ലക്ഷം കോടി രൂപയായി. ഇതിനിടയിൽ മറ്റൊരു സംശയം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് റഷ്യയിലേക്കുള്ള ഇന്ധന കയറ്റുമതിയായിരുന്നു. ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്കുള്ള ഇന്ധന കയറ്റുമതി. ഇന്ത്യൻ കമ്പനികൾ നേരിട്ട് റഷ്യയിലേക്ക് ഇന്ധനം വിൽക്കുന്നില്ലെന്നും ഇന്ത്യൻ ഉത്ഭവ ഇന്ധനം അന്താരാഷ്ട്ര വ്യാപാരികളിലൂടെ റഷ്യയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അടുത്തതായി ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ചാണ്. 15 വർഷം പഴക്കമുള്ള ഇന്ത്യ ജപ്പാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ
പുതുക്കാനും നവീകരിക്കാനും ജപ്പാൻ സമ്മതിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കാച്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഈ തീരുമാനം. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ അഭിപ്രായത്തിൽ നിലവിലെ CEPA കരാർ കാലഹരണപ്പെട്ടതിനാൽ പുതിയ ആഗോള വ്യാപാര സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു നവീകരിച്ച കരാർ ആവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ CEPA കരാർ ഏറെ നാളായിട്ട് ഇന്ത്യ പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജപ്പാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വളർച്ച മന്ദഗതിയിലാണ്. ജപ്പാനിൽ നിന്നും ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതുമൂലം ജപ്പാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുകയാണ് ചെയ്തത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിൽ ഏകദേശം $61 ബില്യൺ നിക്ഷേപം നടത്താനാണ് ജപ്പാൻ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇന്ത്യ ജപ്പാൻ CEPA കരാർ മൂലം ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക് സെക്ടറാണ്. പിന്നീട് റയർ എർത്ത് മാനേജ്മെൻറ്റ് ആൻഡ് EV സപ്ലൈ ചെയിനും, കൂടാതെ ഓട്ടോ ആൻഡ് ഓട്ടോ കോമ്പോണൻറ്റ് സെക്ടർ, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് സെക്ടർ, ലോജിസ്റ്റിക് സെക്ടർ തുടങ്ങിയവയ്ക്കൊക്കെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക് സെഗ്മെൻറ്റിലുള്ള കെയ്ൻസ് ടെക്നോളജീസ്, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, ഡിക്സോൺ ടെക്നോളജീസ്, സിർമ SGS ടെക്നോളജി തുടങ്ങിയ കമ്പനികളും, റയർ എർത്ത് മാഗ്നറ്റ്സ് ആൻഡ് EV സപ്ലൈ ചെയിൻ കമ്പനികളായിട്ടുള്ള സോന BLW, പ്രിസിഷൻ ഫോർജിങ്സ്, യൂനോ മിൻഡ, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികൾക്കൊക്കെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇവൻറ്റ്സുകൾ നോക്കാം. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ലഗാർഡയുടെ സ്പീച്ച് ഇന്നുണ്ട്. PMI ഡാറ്റ, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഷീറ്റ് ഇന്നാണ് പുറത്തു വരുന്നത്. കൂടാതെ US ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇന്ന് US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരിക്കും. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ ഫാക്ടറികളുടെയും സേവന മേഖലകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു പ്രതിമാസ സൂചികയാണിത്. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $71 പെർ ബാരൽ എന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ഗോൾഡ് 2% നേട്ടമുണ്ടാക്കിയിരുന്നു. ഇന്നും 1% നേട്ടത്തിൽ തന്നെയാണ് ഗോൾഡ് പ്രൈസുകളുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,06,800 എന്ന നിലയിൽ ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ കൂടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% നേട്ടത്തിൽ $61,500 ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. ആദ്യം ചില Q1 അപ്ഡേറ്റുകളാണ്. ബജാജ് ഫിനാൻസ് Q1-ൽ ഇയർ ഓൺ ഇയറിൽ ജൂൺ മാസത്തെ 2026 കസ്റ്റമർ ഫ്രാഞ്ചൈസി ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 12.44 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 10.65 കോടിയായിരുന്നു. അടുത്തതായി ന്യൂ ലോൺസ് ബുക്കിങ്ങിൽ 20% വർധനവ് വന്നിരിക്കുന്നു. 1.61 കോടി രൂപയിലാണ് ന്യൂ ലോൺസ് എത്തി നിൽക്കുന്നത്. AUM-ൽ 24% വർധനവ് വന്നിരിക്കുന്നു. 5.46 കോടിയിലാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉള്ളത്. അടുത്ത യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള Q1 അപ്ഡേറ്റ് ആണ്. ടോട്ടൽ ഗ്ലോബൽ ബിസിനസ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 23.79 ലക്ഷം കോടി രൂപയിലാണ്. അതായത് 7.47% വർധനവാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഗ്ലോബൽ ഡെപ്പോസിറ്റ്സിൽ 3.5% വർധനവും വന്നിരിക്കുന്നു. 12.83 ലക്ഷം കോടി രൂപയിലാണ് ടോട്ടൽ ഗ്ലോബൽ ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ഗ്ലോബൽ അഡ്വാൻസിൽ 12.5% വർധനവ് വന്നു. 10.96 ലക്ഷം കോടി രൂപയിലാണ് ഗ്ലോബൽ അഡ്വാൻസ് ഉള്ളത്. ടോട്ടൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ 7.64% വർധനവ് വന്നു. ടോട്ടൽ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ 3.49% വർധനവ് രേഖപ്പെടുത്തി. ഡൊമസ്റ്റിക് അഡ്വാൻസിൽ 13.11% വർധനവുമാണ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഡെപ്പോസിറ്റ്സിൽ 11.66% വർധനവ് Q1-ൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ ബിസിനസ്സിൽ 18.36% വർധനവ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തു. ഗ്രോസ് അഡ്വാൻസിൽ 28.77% വർധനവും കാസ ഡെപ്പോസിറ്റ്സിൽ 11.14% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഗ്ലോബൽ ബിസിനസ്സിൽ 10.32% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ 9.91% വർധനവും ഗ്ലോബൽ ഡെപ്പോസിറ്റ്സിൽ 8.52% വർധനവും റിപ്പോർട്ട് ചെയ്തു.
ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ 8.63% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു ബാങ്ക് CSB ബാങ്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 26% വർധനവ് ഇയർ ഓൺ ഇയർ റിപ്പോർട്ട് ചെയ്തപ്പോൾ കാസ ഡെപ്പോസിറ്റ്സിൽ 4% വർധനവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.